ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നല്ലൊരു കൊഴുക്കട്ടയുടെ റെസിപ്പിയാണ്. ഏത്തപ്പഴം വെച്ചിട്ടാണ് ഈ കൊഴുക്കട്ട തയ്യാറാക്കിയിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാമേ. വീഡിയോയിലോട്ട് പോവാം. ആദ്യം വേണ്ടത് ഏത്തപ്പഴമാണ്. ഞാൻ നല്ലതുപോലെ അതൊന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു. ശേഷം നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. അതിൻ്റെ ഉള്ളിലെ കറുത്ത നാരൊക്കെ ഒന്ന് കളഞ്ഞ് ഏത്തപ്പഴം നല്ലതുപോലെ കൈവച്ച് തന്നെ, അതല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ വല്ലതും ഒന്ന് ഉടച്ചെടുത്ത് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. കൊഴുക്കട്ട തയ്യാറാക്കാനായിട്ടുള്ള അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ട് ഉപ്പും ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ചെറു ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറു ചൂടുവെള്ളത്തിൽ തയ്യാറാക്കുമ്പോൾ കൊഴുക്കട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അരിപ്പൊടി ആണെങ്കിൽ നമ്മൾ ഇടിയപ്പത്തിനും അപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ശേഷം ഇപ്പം നല്ലതുപോലെ തവി വെച്ച് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഞാൻ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് മിക്സ് ചെയ്ത് റെഡിയാക്കി. ഇപ്പം നമ്മുടെ കൊഴുക്കട്ടയുടെ മാവ് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് തേങ്ങ തിരുമ്മിയതാണ്. 1 കപ്പോളം തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് 1/2 കപ്പ് ശർക്കര, ചെറുതായിട്ട് ചീകി എടുത്തിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലേവറിന് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. തേങ്ങയും ശർക്കരയും നല്ലതുപോലെ കൈവച്ച് ഒന്ന് ഞെരടി ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. ശർക്കരയെല്ലാം നല്ലതുപോലെ ഒന്ന് മെൽറ്റായി നമ്മുടെ തേങ്ങയിലേക്ക് പറ്റുന്ന രീതിയിലൊന്ന് ഞെരടി കൊടുക്കുക. നമ്മളിപ്പം റെഡിയാക്കിയിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉടച്ചെടുത്ത് വെച്ചിട്ടുള്ള ഏത്തപ്പഴത്തിൽ നിന്ന് ചെറിയ ഒരു ബോളിൻ്റെ വലുപ്പത്തിൽ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കുഴച്ചെടുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയിൽ നിന്നും കുറച്ച്, നമ്മൾ സാധാരണ കൊഴുക്കട്ടയ്ക്കൊക്കെ എടുക്കുന്ന ആ ഒരു സൈസിൻ്റെ അളവിനനുസരിച്ച് കുറച്ച് മാവ് എടുത്തിട്ടുണ്ട്. ശേഷം കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് പരത്തി കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുള്ള ഏത്തപ്പഴം കൂടെ വെച്ച് കൊടുക്കുക. കയ്യിൽ പറ്റി പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളം ഒന്ന് തൊട്ട്, ഒത്തിരി നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് വെള്ളത്തിൽ തൊട്ടിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഏത്തപ്പഴത്തിൻ്റെ മുകളിലേക്കാണ് നമ്മളിനി തേങ്ങയുടെയും ശർക്കരയുടെയും ആ മിക്സ് ഒന്ന് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ എടുത്തിട്ടുള്ള ഏത്തപ്പഴത്തിൻ്റെ അതിൽ എത്ര കൊള്ളുന്നോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം തേങ്ങ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തേങ്ങയും ഏത്തപ്പഴവും എല്ലാം ഉള്ളിൽ വരുന്ന രീതിയിൽ നല്ലതുപോലെ അരിപ്പൊടിയുടെ ആ മിക്സ് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു നീളത്തിലാണ് ഇതൊന്ന് കവർ ചെയ്ത് മിക്സ് ആയിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോളിൻ്റെ സൈസിൽ ഉരുണ്ട് വേണമെങ്കിലും കവർ ചെയ്തെടുക്കാവുന്നതാണ്. ശേഷം ഒട്ടും പുറത്തോട്ട് വരാതിരിക്കാൻ അല്പം വെള്ളം ഒന്ന് തടവി കൊടുത്ത് ആ പൊട്ടലൊന്നും വന്നു പോവാതിരിക്കാൻ വേണ്ടി നല്ലതുപോലെ വെള്ളമൊക്കെ ഒന്ന് തടവി മിനുസപ്പെടുത്തി റെഡിയാക്കി എടുക്കുക. ഇനി നമുക്കൊന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം. ഇഡലി ചെമ്പിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ട് കൊഴുക്കട്ടയും കൂടെ വെച്ച് കൊടുത്ത് ഒരു 30 മുതൽ 35 മിനിറ്റ് സമയം മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുക. നല്ലൊരു കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. Thank you for watching my video. Bye.